നമസ്കാരം. എന്നോട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണോ? ഇവിടെ നല്ല പനി സീസണായിരുന്നു. പനിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഞങ്ങളൊന്ന് ഷെഡിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു. അതാണ് എൻ്റെ സ്വരം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശല്യം ഇല്ലാണ്ട് എല്ലാവർക്കും എന്തുണ്ടായിരുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുകയായിരുന്നോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ മീനു. നമ്മുടെ ചാനൽ മീനു മറിയം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പലർക്കും സംശയമുള്ള ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. AHA, PHA, ABCD, BC, അത് ഇത് കുറേ ആസിഡ്സിനെ പറ്റി കേട്ടിട്ടില്ലേ? പക്ഷെ എന്താണത്? ശരിക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഇത് നല്ലതാണ്, അത് നല്ലതാണ് എന്നൊക്കെ കാണുമ്പോൾ പല വീഡിയോസിലും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പരസ്യങ്ങളിലൊക്കെ കാണുമ്പോൾ ഏതാണോ കൈ കിട്ടുന്നത് അല്ലെങ്കിൽ ഏതാണോ നല്ലത്, നമ്മുടെ സ്കിന്നിന് എന്താണ് വേണ്ടുന്നത് എന്നൊന്നും ആലോചിക്കാതെ മേടിച്ച് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങും. പക്ഷേ ആക്ച്വലി ഇത് നമ്മുടെ സ്കിന്നിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസേൺ കറക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിനാണോ നമ്മൾ ഈ ആസിഡ്സ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കറിയത്തില്ല, അല്ലേ? സോ ഇന്ന് നമ്മൾ ആസിഡ്സിനെ കുറിച്ചും നമ്മുടെ തൊലി പൊളിക്കുന്ന ട്രീറ്റ്മെൻറ്റ്, അതായത് കെമിക്കൽ എക്സ്ഫോളിയേഷൻ അഥവാ പീലിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എക്സ്ഫോളിയേഷൻ, സ്ക്രബിങ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ എക്സ്ഫോളിയേഷൻ്റെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന് കെമിക്കൽ എക്സ്ഫോളിയേഷൻ, ഒന്ന് ഈ സ്ക്രബിങ് പോലുള്ള ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ. അതായത് നമ്മൾ ഈ സ്ക്രബ്ബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ മുഖം ഉരച്ചൊരച്ച് കഴുകി ഡെഡ് സ്കിൻസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് സ്ക്രബിങ്, ഫിസിക്കലായിട്ടുള്ള എക്സ്ഫോളിയേഷൻ. കെമിക്കലായിട്ടുള്ള എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസിഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സ്കിന്നിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുന്നതാണ് കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും എക്സ്ക്യൂസ് ചെയ്യണം, എൻ്റെ സ്വരം ഇന്ന് ഇച്ചിരി ഇറിറ്റേറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എനിക്ക് ഒട്ടും വോയിസ് ഇല്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് ഇത്ര വോയിസിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് എല്ലാവരും ഈ ടിവിയുടെ സ്വരം കേട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ കമ്മിങ് ബാക്ക്, ഈ ആസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലതരം ആസിഡുകളുണ്ട്. എന്ന് വെച്ചാൽ സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? AHA, BHA, പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മാൻഡലിക് ആസിഡ്, കൊജിക് ആസിഡ്, അസീലിക് ആസിഡ്, ഹയലൂറോണിക് ആസിഡ്, അങ്ങനെ ഒരുപാട് തരം ആസിഡ്സ് ഉണ്ട്. അപ്പം ഇതിൽ ഏതാണ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിന് എന്താണ് കൺസേൺ, അതിൽ ഏതാണ് നമുക്ക് നല്ലത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിൽ തന്നെ ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്, അതായത് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AHA, BHA, ആൽഫ ഹൈഡ്രോക്സി ആസിഡും ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്സും. ഇത് രണ്ടും എന്താണ്? പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട്, അത് PHA ആണ്. അത് പോളി ഹൈഡ്രോക്സി ആസിഡാണ്. അത് പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഒരു ഡെമോയും കൂടെ കാണിക്കുന്നുണ്ട്. ഡെമോയിൽ കാണിക്കുന്നത് നമ്മുടെ ഓർഡിനറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവണമല്ലോ പരസ്യങ്ങളിലും, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവുമായിരിക്കുമല്ലോ. ഓർഡിനറിയുടെ AHA, BHA പീലിംഗ് സൊല്യൂഷൻ, അതും കൂടെ ഒന്ന് യൂസ് ചെയ്ത് കാണിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. സോ അതുകൊണ്ടാണ് AHA, BHA ആസിഡ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. കെമിക്കൽ എക്സ്ഫോളിയൻസ് നമ്മൾ ഫിസിക്കൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ എന്ന് പറയാം. നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സ്ക്രബിങ് ആയിട്ടുള്ള ലോഷൻസോ അല്ലെങ്കിൽ ക്രീംസോ പോലെയല്ല. കെമിക്കൽ എക്സ്ഫോളിയൻസ് അല്ലെങ്കിൽ ആസിഡ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ നമ്മൾ പീലിംഗ് എന്ന് പറയുന്നതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറിലുള്ള ആ ഡെഡ് സെൽസിനെ എല്ലാം ഇത് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈ ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ ഈ ചെറിയ ചെറിയ ആക്നേസ് ഉള്ള പാടുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത്. അപ്പോൾ ഈ ടോപ്പ് മോസ്റ്റ് ലെയറുള്ള സ്കിന്നിനെ ഇത് പീലിംഗ് വഴി റിമൂവ് ചെയ്യുന്നതോടുകൂടി തന്നെ ആ ആക്നെ മാർക്സ് ഒക്കെ വളരെ നേർത്ത് ഇല്ലാതാവുന്നു. ഒരിക്കലും ഒറ്റ യൂസ് കൊണ്ട് ഒരു കെമിക്കൽ എക്സ്ഫോളിയേറ്ററും ഭയങ്കരമായ ഒരു ചേഞ്ച് നമുക്ക് തരത്തില്ല. നമ്മൾ അതിൽ ഒന്ന് ഇൻസ്ട്രക്ഷൻസ് കാണും, പിന്നെ അതിൻ്റേതായ രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട്സ് കിട്ടത്തുള്ളൂ. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ എക്സ്ഫോളിയൻസ്, അതായത് ഈ ആസിഡ്സ് നമ്മുടെ സ്കിന്നിനെ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ, ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഡെഡ് സെൽസിനെ എല്ലാം റിമൂവ് ചെയ്ത് നമുക്കൊരു ഫ്രഷ് ലുക്ക് തരാനായിട്ട്, പിന്നെ ഈ റിങ്കിൾസ്, ഇങ്ങനെ ചെറിയ ചെറിയ വരകളൊക്കെ വീഴുന്ന നമ്മുടെ സ്കിന്നിൽ നിന്ന് മാറ്റിയെടുക്കാൻ, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ, പോഴ്സ് ചെറുതായിട്ടൊന്ന് മിനിമൈസ് ചെയ്യാൻ, ഇത്രയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയൻസ് അല്ലെങ്കിൽ ആസിഡ്സ് യൂസ് ചെയ്യുന്നത്.
ഏതൊക്കെ ആസിഡ്സ് എന്തിനൊക്കെ യൂസ് ചെയ്യാം. അതായത് നമ്മൾക്കിപ്പം സ്കിന്നിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മൾക്കിപ്പോൾ ആക്നെ മാർക്സ് ആണ് നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനൊന്ന് ബ്രൈറ്റൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഭയങ്കര അൺഈവനാണ്, അതൊന്ന് മാറ്റണം. അങ്ങനെ എന്താണോ നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ അതനുസരിച്ചുള്ള ആസിഡ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ ഏതാണ് നമുക്ക് വേണ്ടുന്നത്? ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് സ്കിന്നിൽ നല്ലപോലെ ആക്നെ മാർക്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് എൻഹാൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആസിഡ് സാലിസിലിക് ആസിഡാണ്. ഇനി എങ്ങനെയുള്ളവർക്കാണ് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആക്നെ മാർക്സ് മാറണം, നിങ്ങൾക്ക് സ്കിൻ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റൻ ചെയ്യണം, അതുപോലെ തന്നെ റിങ്കിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫൈൻ ലൈൻസ് വീണ് തുടങ്ങുന്നുണ്ടെങ്കിൽ, പിന്നെ അൺഈവൻ ടെക്സ്ചറാണ്, അങ്ങനെ ഒരുപാട് സ്കിൻ കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ഗ്ലൈക്കോളിക് ആസിഡാണ്. ഇനി ഈ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് സ്കിന്ന് ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം, പിന്നെ ചെറിയ രീതിയിൽ നമ്മുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റി ആ റിങ്കിൾസൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. നല്ല ഹൈഡ്രേഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ഹയാലൂറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നതാണ്. മാൻഡലിക് ആസിഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലമ്മിൻ്റെ ബ്രാൻഡൊക്കെ മാൻഡലിക് ആസിഡൊക്കെ പീലിംഗ് സൊല്യൂഷനൊക്കെ ഒത്തിരി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാൻഡലിനിക് ആസിഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ബ്രൈറ്റനിങ്, പിന്നെ റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു ടെക്സ്ചേർഡ് ആയിട്ടുള്ളൊരു സ്കിന്നായിരിക്കും മാൻഡലിനിക് ആസിഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അസീലിക് ആസിഡ് നമ്മുടെ ആക്നെ മാർക്സ് കുറച്ചുകൊണ്ട് വരാനും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ കൊജിക് ആസിഡിൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും റിവ്യൂസ് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ റീസൺ കൊജിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും അൺഈവൻ ടെക്സ്ചർ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കൺസേൺസും കവേർഡ് ആയിട്ട് ആണ് വേണ്ടതെങ്കിൽ, അതായത് നിങ്ങളുടെ ആക്നെ മാർക്സ്, റിങ്കിൾസ് മാറ്റണം, നമുക്ക് കുറച്ച് ഹൈഡ്രേഷൻ വേണം, അൺഈവൻ സ്കിൻ ടോൺ മാറണം, ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യണം, ചെറിയ ചെറിയ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ലാക്റ്റിക് ആസിഡ് പീലുകൾ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയ ക്രീംസും സെറംസും ഒക്കെയാണ്. ഓർഡിനറിയുടെ ഈ ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയത് കൊണ്ട് റിവ്യൂ ചെയ്യുന്നതേ ഉള്ളൂ. ഓർഡിനറിയുടെ പീലിംഗ് സൊല്യൂഷൻ ആരെങ്കിലും മേടിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇന്ന് ഞാൻ തരുന്നത്. സോ ഓർഡിനറിയുടെ ഈ പീലിംഗ് സൊല്യൂഷൻ 30 ml ഓഫ് പ്രോഡക്റ്റാണ് ഇതിനകത്ത് വരുന്നത്. 30 ml ഓഫ് പ്രോഡക്റ്റിന് 750 റുപ്പീസ്, 750 രൂപയാണ് ചാർജ് വരുന്നത്. ഇത് ഈസിലി അവൈലബിൾ അല്ല, ത്രൂ ഓൺലൈൻ സൈറ്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം നൈക്ക, പേർപ്പിൾ അവിടെ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഞാനിത് നൈക്ക വഴിയാണ് തോന്നുന്നു മേടിച്ചത്, അല്ലെങ്കിൽ ഓർഡിനറിയുടെ സൈറ്റ് വഴി നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ ഇത് മെയിൻ കൺസേൺ AHA BHA ആണ് ഇതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറഞ്ഞാൽ, അതിൽ തന്നെ 30% AHA, 2% BHA പീലിംഗ് സൊല്യൂഷനാണിത്. ഇത് എന്തൊക്കെ കൺസേൺസിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ നിന്ന് ഡൾനെസ് മാറ്റാനായിട്ട്, പിഗ്മെൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട്, അൺഈവൻ സ്കിൻ ടോൺ മാറ്റാനായിട്ട്, വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ടൊക്കെയാണ് ഈ ഓർഡിനറിയുടെ ഈ പീലിംഗ് സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ നേരത്തെ എൻ്റെ ഷോർട്സ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, ഞാൻ ഡെർമാക്കോയുടെ പീലിംഗ് സൊല്യൂഷൻ തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ നല്ല പീലിംഗ് സൊല്യൂഷൻ ആയിരുന്നു, ഒരു കംപ്ലൈൻറ്റും പറയാനായിട്ടില്ല. പക്ഷേ റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡിനറിയുടെ പീലിംഗ് സൊല്യൂഷൻ മാറി യൂസ് ചെയ്ത് നോക്കി. എക്സ്ട്രീംലി ഗുഡാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിലിനകത്താണ് ഇത് വരുന്നത്. ഇതിൻ്റെ കളർ ഇങ്ങനെ ഒരു റെഡിഷ് കളറിലായിരിക്കും വരുന്നത്. കാണാമല്ലോ അല്ലേ, ഇങ്ങനെ ഒരു റെഡിഷ് കളറിൽ ഒരു സെറത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി കാണും, കുറച്ചുകൂടെ തിക്കറായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. അപ്പം ഇത് ഏത് സെറമാണെങ്കിലും, AHA BHA ആണെങ്കിലും, സെറമല്ല, ഏത് ആസിഡ് ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ഒന്നുകിൽ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കൈയുടെ ഇവിടെയോ വല്ലതും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നേരെ ഒരു ആസിഡിൻ്റെ ഒരു പ്രോഡക്റ്റും നിങ്ങൾ നേരെ എടുത്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അതിനോട് അലർജിക് ആണോ, അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മളുടെ സ്കിന്നിനെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഏത് ആസിഡ് നിങ്ങൾ എടുത്താലും ജസ്റ്റ് മുഖത്തൊക്കെ ഒന്ന് ഇപ്പം എല്ലാം കൂടെ കുളമാക്കി തന്നേനെ, മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ചെറിയൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ.
ആദ്യമേ തന്നെ നമ്മുടെ മുഖം നല്ലൊരു ക്ലെൻസർ വെച്ചിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓർഡിനറിയുടെ AHA BHA സൊല്യൂഷൻ, പീലിംഗ് സൊല്യൂഷൻ എടുത്തിട്ട് നമ്മുടെ ഫേസിലും സ്കിന്നിലും എല്ലാം നല്ല ഈവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമാണ്. നല്ല എന്തോ പറ്റിയ പോലൊരു ഡ്രാക്കുളയെ പോലെ ബ്ലഡൊക്കെ ഡ്രിപ്പ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് പോയിട്ട് അമ്പുനെ പേടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വിടുക. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ആപ്ലിക്കേഷൻ ആയിരിക്കണം, കൂടിയും കുറഞ്ഞൊന്നുമല്ല, ഈവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കണം. പിന്നെ ചുണ്ടിൻ്റെ സൈഡിൽ പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അണ്ടർ ഐസ് വളരെയധികം ശ്രദ്ധിക്കണം. അണ്ടർ ഐസിൽ ഒരു കാരണവശാലും ഒരു പീലിംഗ് സൊല്യൂഷനും അപ്ലൈ ചെയ്യരുത്. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ബേണിങ് ഒരു സെൻസേഷൻ പോലെ തോന്നും. അത് ആസിഡ് വർക്ക് ചെയ്യുന്നതിൻ്റെയാണ്. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ്സ് 8 to 10 മിനിറ്റ്സ് ടൈമർ വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 8 to 10 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യുക. വാഷ് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വളരെ നേരത്തെ ക്ലെൻസർ വല്ലതും വെച്ചിട്ടങ്ങ് വാഷ് ഓഫ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പാഡ് ഡ്രൈ ചെയ്തേക്കുക. ഇങ്ങനെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റനിങ്, ഒരു ഹൈഡ്രേഷൻ നമ്മുടെ ഫേസിൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് കഴിവതും രാത്രിയിലാണ് പീലിംഗ് സൊല്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം നേരെ തന്നെ സൺലൈറ്റുമായിട്ട് കോൺടാക്റ്റ് വരാതിരിക്കാനായിട്ട്. പിന്നെ പിറ്റേ ദിവസം പുറത്തിറങ്ങുമ്പം ഉറപ്പായിട്ടും നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ ആവശ്യത്തിന് യൂസ് ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ഓഫ് ചെയ്തു, പാഡ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു കാമിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മമാ എർത്തിൻ്റെ ആലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസറോ ആലോവേര ജെല്ലുണ്ടെങ്കിൽ ഒത്തിരി നല്ലത്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ചുണ്ടിന് ചുറ്റും മൂക്കിൻ്റെ സൈഡിൽ അവിടെയൊക്കെയാണ് ഈ ആസിഡിൻ്റെ എഫക്റ്റ് കാരണം ചെറുതായിട്ട് നീറ്റലുകളൊക്കെ തോന്നിയേക്കാം. അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ അല്ലെങ്കിൽ നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. പോകെ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആക്നെ മാർക്സ് നല്ലപോലെ കുറഞ്ഞു വരികയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഹാപ്പി പീലിംഗ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനത്തെ നല്ല നല്ല റിവ്യൂകൾ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത്രയും ദിവസം ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നതിന് സോറി കേട്ടോ. കാരണം സ്വരം ഒട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ റെഡി ആണെങ്കിൽ പോലും എനിക്ക് സൗണ്ട് പുറത്തേക്ക് വരാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്. എന്തെങ്കിലും ഇഷ്ടക്കേടോ ഇഷ്ടക്കൂടുതലോ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് പറയണം. ഓക്കെ, സോ അൺടിൽ നെക്സ്റ്റ് ടൈം വി മീറ്റ്. ടേക്ക് കെയർ. ബൈ.